നമസ്കാരം. ചിലർ എന്നോട് ചോദിക്കുന്നത്, ഈ കാലഘട്ടത്ത് ഒരുപാട് മനുഷ്യ ദൈവങ്ങൾ പലയിടത്തുമുണ്ട്. നമ്മളെ മലയാളത്തിലും നമ്മുടെ കേരളത്തിലും ഒക്കെ ഞാൻ തന്നെയാണ് വലിയവൻ, ഞാനാണ് എല്ലാം, ഞാൻ തന്നെ ദൈവം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ചിലരുണ്ട്. അവരെ പൂജിക്കാനൊക്കെ ഇരുന്നു കൊടുക്കുന്നു, അവരെ പൂജ ചെയ്യുന്നു. അങ്ങനെയുള്ള പല രീതിയിലും ദൈവമായി കണക്കാക്കി, ദൈവതുല്യം പോലുമല്ല, ദൈവം തന്നെയാണ് എന്ന് കണക്കാക്കി പ്രാർത്ഥന വരെ ദൈവത്തെ വിട്ടിട്ട് ഈ മനുഷ്യനെ വെച്ചൊക്കെ പ്രാർത്ഥിക്കുന്ന രീതി വരെ നമുക്ക് ചുറ്റും കാണുന്നുണ്ട്. ഇപ്പൊ അതൊക്കെ വെച്ച് ചില ആൾക്കാർ യൂട്യൂബിലെ ചില കാര്യങ്ങളൊക്കെ എന്നോട് ഇങ്ങോട്ട് കാണിച്ചു തരികയും ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെയാണ് ചില കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവരെയൊക്കെ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങളും ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇവരൊക്കെ വ്യാജരാണെങ്കിൽ, അല്ലെ ഇവരൊക്കെ ഭാഗത്ത് തെറ്റാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇവരെ ആശ്രയിച്ച് പോകുന്നവർക്ക് ചില അത്ഭുതങ്ങളും ജീവിതത്തിൽ ഭയങ്കരമായ വ്യത്യാസങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ട്? ഇതാണ് പലരുടെയും സംശയം. പക്ഷെ അവർക്ക് ഗുണം കിട്ടുന്നുണ്ട്, ഇല്ലെന്നല്ല, കിട്ടും. എന്റെ മുൻ മെസ്സേജുകളെല്ലാം മനസ്സിലാക്കുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നവർക്ക് ഇതിന്റെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും. കാരണം ഞാൻ ഈ മെസ്സേജുകൾ കാര്യങ്ങൾ കൊടുക്കുന്നതെല്ലാം കുറച്ച് ആത്മീയ വളർച്ച വന്ന വ്യക്തികളാണ്. അവർക്ക് വേണ്ടിയിട്ടാണ്. അവർക്ക് ഈ മുന്നോട്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ മുന്നോട്ട് എങ്ങനെ കയറി വരാൻ പറ്റും എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് എന്റെ മെസ്സേജുകൾ കൊടുക്കുന്നത്. പിന്നെ ശിശുക്കളായി നിൽക്കുന്ന അത്രയും വളർച്ച ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ അകത്ത് ഞാൻ പറയുന്നുണ്ട്. ഈ യാതൊരു ആത്മീയ വളർച്ച കുറച്ചെങ്കിലും വന്ന ഒരു വ്യക്തിക്ക് അവന്റെ ഉള്ളിൽ നിന്ന് തന്നെ പൂർണ്ണ ഒരു ബോധ്യം വരും, ഒരു മനുഷ്യനും ഒരിക്കലും ദൈവമാവൂല. കാരണം ഈ പ്രപഞ്ചത്തിന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ തന്നെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പ്രപഞ്ചത്തിന്റെ വലിപ്പം ഒരു 1-2 കിലോമീറ്റർ നീളത്തിലുള്ള ഒരു കടപ്പുറത്തെ നമുക്കൊരു പ്രപഞ്ചത്തിന്റെ ഒരു ലെവലായിട്ട് നമുക്ക് കണക്കാക്കാം. എത്ര മണലുണ്ട് എന്ന് നമുക്കൊന്ന് എണ്ണി നോക്കിയാൽ മതി. ഒരു പിടി എടുത്താൽ തന്നെ അതിൽ എത്ര മണലുണ്ടെന്ന് എണ്ണാൻ പാടായിരിക്കും. ചെറുതും വലുതായിട്ടുള്ള പൊടിയായിട്ട് ഇഷ്ടംപോലെ മണലുകളാണ്. അങ്ങനെ ഒരു 1-2 കിലോമീറ്റർ വ്യാപ്തിയുള്ള വലിയൊരു കടപ്പുറത്തുള്ള മണൽ എത്ര എണ്ണാൻ പറ്റും? അത്രത്തോളം ഒക്കെയാണ് നമ്മുടെ പ്രപഞ്ചത്തിലുള്ള ഗ്രഹങ്ങളും മറ്റ് സകലമാന സംഗതികളും ഉപഗ്രഹങ്ങളും ഒക്കെ ഇഷ്ടംപോലെ കിടക്കുന്നത്, നക്ഷത്രങ്ങളും. അപ്പൊ ഇതിന്റെയൊക്കെ ഏറ്റവും ചെറിയ ഒരു പൊട്ടി മണൽത്തരിയിൽ എത്രയുള്ള ഒരെണ്ണമാണ് നമ്മുടെ ഈ ഭൂമി. അപ്പൊ ഇത്രയും വലിയ ഈ പ്രപഞ്ചത്തെയൊക്കെ പരിപാലിക്കുന്ന ഒരു അദൃശ്യമായ ഒരു ഭയങ്കരമായ ഒരു ശക്തി, ഒരു മനസ്സ് എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയൊക്കെയോ ഉണ്ട്. ഇതാണ് ഞാനീ പറയുന്ന ദൈവം. അല്ലാതെ ഈ ഒരു ഭൂമി എന്ന് പറയുന്ന ഈ ഒരു ചെറിയ മണൽത്തരിക്കകത്ത് വന്നിരുന്ന് പ്രവർത്തിക്കത്തക്ക വെറും ഒരു കൃമികീടമല്ല ഞാൻ ഈ പറയുന്ന ദൈവം എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇത് ഈ പ്രപഞ്ചത്തിന്റെ ഇതിന്റെയൊക്കെ വലിപ്പമും ഇതൊന്നും ഒരു അടിസ്ഥാനം ഇല്ലാത്ത കാലഘട്ടത്ത് മനുഷ്യരെ ദൈവം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് മൂളയുള്ളവര് പറ്റിക്കുമായിരുന്നു. പറ്റിച്ച് അവരെ പൈസയും ധനമൊക്കെ അടിച്ചു മാറ്റി ഇവർ സുഖിച്ച് ജീവിക്കും. കാരണം ഇവരുടെ കയ്യിൽ ചെറിയ പൊടിക്കൈകളും ഇത്തിരി സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ ഒരറിവില്ലാത്ത വ്യക്തികൾക്ക് ഇവർ ദൈവം തന്നെയാണ്. കാരണം മനുഷ്യൻ ഭയക്കുന്ന പാമ്പിനെയും പഴുതാരെയും മറ്റേ എലിയെയും അതിനെയൊക്കെ പിടിച്ച് മനുഷ്യന്റെ ബുദ്ധിക്ക് അതീതമായി പ്രവർത്തിക്കുന്ന ഇപ്പൊ സിംഹം, പുലി, ഇതിനൊക്കെ മനുഷ്യന്റെ ശക്തിക്കും ബുദ്ധിക്കും കുറച്ച് പാടാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കാനും തോൽപ്പിക്കാനൊക്കെ. ഒരു നിസ്സാര ചുണ്ടിലിയെ തന്നെ ഒരു മനുഷ്യന് അടിച്ചു കൊല്ലാനൊക്കെ വിചാരിക്കാൻ എളുപ്പമൊന്നുമല്ല. അതിന്റെ ഓട്ടോ, അതിന്റെ ബുദ്ധിയും, അത് ഏറ്റവും ചെറിയ ഹോളിക്കൂടെ ഉള്ള അതിന്റെ രക്ഷപ്പെടുന്നത്, ഇതൊക്കെ ഭയങ്കര അതിശയങ്ങളായിരുന്നു ഓരോ കാലഘട്ടത്തെ മനുഷ്യർക്ക്. അപ്പൊ ഇവരെയൊക്കെ പിടിച്ചൊക്കെ ഓരോ ദൈവങ്ങളാക്കി. കാരണം മനുഷ്യനെ കഴിവിനെ കാട്ടി കുറച്ചുകൂടെ കഴിവുണ്ട്, അല്ലെ മനുഷ്യൻ പേടിക്കുകയും അവൻ അതിശിക്കുകയും ചെയ്യുന്ന പല സാധനങ്ങളെയൊക്കെ പിടിച്ച് മനുഷ്യൻ ദൈവങ്ങളാക്കുന്നത് ആ മനുഷ്യന്റെ അത്രയേ ഉള്ളൂ വളർച്ച. അതാണ് പണ്ടത്തെ കാലത്ത് ഒരുപാട് പക്ഷി മൃഗാദികളൊക്കെ ദൈവങ്ങളായതിന്റെ കഥകളൊക്കെ ഇതൊക്കെയാണ്. ഒരു ഭാഗത്താണ് ആ കാലഘട്ടത്ത് ഇത് മനസ്സിലാക്കിക്കൊണ്ട് കുറച്ച് മൂളയുള്ള, കുറച്ച് ബുദ്ധിയുള്ള മനുഷ്യര് ഇത്തിരി പൊടിക്കൈ നമ്പരൊക്കെ കാണിച്ച് മനുഷ്യദൈവങ്ങളാവാൻ തുടങ്ങി. ഇപ്പൊ നമ്മള് അമാനുഷികമായി ഒരു സിനിമ എടുക്കുമ്പോൾ തന്നെ ആ സിനിമ എഡിറ്റ് ചെയ്ത് പല സമയത്ത് ഷൂട്ട് ചെയ്ത് കോർത്തിണക്കി അതിന് 2-3 മണിക്കൂറുള്ള ഒരു സിനിമയാക്കി പല മാസങ്ങളോളം എടുത്ത പണിയുടെ ഫലമായിട്ടാണ് ഇതിനെയൊക്കെ ബിറ്റാക്കിയൊക്കെ ചേർത്ത് ഒരു സിനിമയാക്കി കുറെ കയറൊക്കെ കെട്ടിയിട്ട് തൂക്കി പൊക്കി അതിൽ കൂടെ ചാടി ആകാശത്തൂടെ പറക്കണ പോലെയൊക്കെ കാണിച്ച് ഡൈവ് ചെയ്ത് ഇതൊക്കെ
സിനിമ ഷൂട്ടിംഗ് ചെയ്യുന്നവർക്കോ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇത് അറിയാം. ഈ കാലഘട്ടത്ത് എല്ലാവർക്കും അറിയാം. പക്ഷെ മുമ്പൊന്നും ഇതൊന്നും ആർക്കും അറിഞ്ഞുകൂടി ടെക്നിക്കും ടെക്നോളജിയും. അപ്പോൾ ഒരു നടൻ ഇങ്ങനെ പറക്കുന്നു, തലകുത്തി മറിയുന്നു, അമാനുഷികമായി കിടന്ന അടികൾ കൂടുന്നു, ഭയങ്കരമായ അത്ഭുതങ്ങൾ കാണിക്കുമ്പോൾ ഈ ഒരു അറിവില്ലാത്ത മനുഷ്യര് വായം തുറന്ന് സിനിമയും കണ്ട് കയ്യും തൊഴുതു നമ്മളെ കൊണ്ടൊന്നും പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ഈ നടൻ ശരിക്കും പറഞ്ഞാൽ ദൈവം തന്നെ എന്നും പറഞ്ഞ് അമ്പലങ്ങൾ വരെ ഉണ്ട്. പണ്ടത്തെ നടീനടന്മാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള അമ്പലങ്ങൾ ഇപ്പൊ വഴിപാടും പൂജയും പോറ്റിയും മന്ത്രവും ഒക്കെ അവിടെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഈ ഒരു അറിവില്ലാത്ത ഒരു സമൂഹം പണ്ട് ഉണ്ടായിരുന്നപ്പോ കുറച്ച് അറിവുള്ളവർ മാക്സിമം മുതലെടുത്ത് ജീവിക്കുകയായിരുന്നു. പക്ഷെ ഈ കാലഘട്ടത്തിൽ ഇത്രയും ടെക്നോളജി വികസിക്കുകയും ഇപ്പൊ ഒരു കള്ളിയെത്താൻ പോകുന്ന ഒരാളോ ഒരു ചെരുപ്പ് കുത്തി നടക്കുന്ന അവർക്കൊക്കെ ഈ മൊബൈൽ നല്ല കൂടിയ ഐഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ അത്രത്തോളം ദൈവം തന്നെ ഈ അറിവ് കിട്ടാൻ വേണ്ടി സകലർക്കും ഈ മൊബൈലും മുതലായ കാര്യങ്ങളൊക്കെ ദൈവമാണ് കൊടുത്തിരിക്കുന്നത്. ദൈവം ചിന്തിക്കാതെയും പ്രവർത്തിക്കാതെയും ഒന്നും സംഭവിക്കില്ലല്ലോ. എന്തിനാണ്? മാക്സിമം അറിവ് വരട്ടെ, ജനങ്ങൾ സത്യം തിരിച്ചറിയട്ടെ, ബോധം വരട്ടെ എന്ന് വിചാരിച്ച് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. എന്നിട്ടും ബോധം വരാത്ത ഒരുപാട് ആൾക്കാർ, ഒട്ടും ആത്മവളർച്ച വരാത്തവരൊക്കെ ഇപ്പോഴും ഉണ്ട്. എന്നാൽ ഒരുപാട് ബോധമൊക്കെ വന്നതുകൊണ്ട് ഈ മനുഷ്യ ദൈവങ്ങൾ ശരിക്കും പറഞ്ഞ പണ്ടത്തെ ലെവലിൽ നിന്ന ആരും അങ്ങോട്ട് അടുക്കൂല. കാരണം മൊബൈലുകളിലൂടെയും ഒക്കെ ഒരുപാട് അറിവും കാര്യങ്ങളൊക്കെ കിട്ടി വന്നതുകൊണ്ട് ഈ പാമ്പും പഴുതാരയും തുള്ളലും ബഹളവും ചാട്ടവും അട്ടാസവും കാണിച്ചു കഴിഞ്ഞാലൊന്നും അധികം ആൾക്കാർ അടുക്കൂല. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ സൃഷ്ടാവാൻ ദൈവം, പ്രപഞ്ചം മൊത്തം ഇപ്പൊ അതിലോട്ടാണ് സംഗതി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ അത്ഭുതങ്ങൾ നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരിലൂടെയൊക്കെ അത്ഭുതങ്ങൾ നടക്കുന്നത് നമ്മുടെ ആത്മാവ് ഒന്ന് വികസിച്ച് ഒന്ന് പവർഫുള്ളായി വരുമ്പോൾ നമ്മളിലുള്ള ചില കാര്യങ്ങളെല്ലാം പോസിറ്റീവായി നിമിത്തങ്ങളിലൂടെ പല കാര്യങ്ങളും സംഭവിക്കും. അത് എങ്ങനെയാണ്? ഇവരെയൊക്കെ ആശ്രയിക്കുമ്പോൾ അല്ലെ ഇവരുടെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ ആത്മാവ് പവർഫുൾ ആവണം എങ്ങനെയാണ്? വേറൊന്നുമല്ല, അവരിപ്പോ പറയുന്നത് സൃഷ്ടാവാൻ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനവും അറിവുകളാണ് ഇപ്പൊ അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മറ്റേ ലെവലിലുള്ള ഏതെങ്കിലും ദേവനെയോ ദേവിയെയോ അല്ലെ യേശുവിനെ വെച്ചൊക്കെ പൂശി യേശു തന്നെയാണ് ദൈവം എന്നൊക്കെ പറഞ്ഞാൽ ആരും ഇപ്പൊ അങ്ങോട്ട് അടുക്കൂല. കാരണം ആൾക്കാർക്ക് കുറച്ചൊക്കെ ബുദ്ധി വന്നു തുടങ്ങി, പണ്ടത്തെ ലെവലല്ല. അപ്പൊ ഇപ്പം ഇവരൊക്കെ നിയന്ത്രിക്കുന്ന, ഇവരൊക്കെ ഭൂമിയിൽ അയച്ച സൃഷ്ടാവാൻ ദൈവം എന്ന് പറയുമ്പോഴത്തേക്കും ആ സൃഷ്ടാവാൻ ദൈവം തന്നെയാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അത്രയും വളർച്ചയില്ലാത്തൊരു പിന്നെ വഴിതെറ്റും, അത് സ്വാഭാവികം. പക്ഷേ ഇവരിലൂടെയൊക്കെ എന്തുകൊണ്ടാണ് ഈ അത്ഭുതം നടക്കുന്നതെന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിലെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇവരി പഠിപ്പിക്കുന്നതും നമുക്ക് പറഞ്ഞു തരുന്നതും എല്ലാം സൃഷ്ടാവാൻ ദൈവത്തിന്റെ രഹസ്യങ്ങളും മർമ്മങ്ങളാണ്. അത് ചിലപ്പോൾ ഇവര് ശരിക്കും ദൈവമായിട്ട് കണക്ട് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നൊക്കെ പഠിച്ച കാര്യങ്ങളായിരിക്കാം, അവരിൽ നിന്നൊക്കെ മനസ്സിലാക്കിയതായിരിക്കാം. പക്ഷെ ഈ അറിവ് ഇവർ സാധാ ജനങ്ങൾക്ക്, ആത്മവളർച്ച ഇല്ലാത്ത ജനങ്ങൾക്ക് ഈ സൃഷ്ടാവാൻ ദൈവത്തെ കുറിച്ചുള്ള അറിവുകൾ കൊടുക്കുമ്പോൾ ശരിക്കും ആത്മാവിന് എന്താണ് അറിയേണ്ടത്? ഈ ആത്മാവ് വളരുന്നത് എന്ത് കേട്ടിട്ടാണ്? ആ സൃഷ്ടാവാൻ ദൈവത്തിലേക്ക് എത്താനും ആ ദൈവത്തിന്റെ രഹസ്യങ്ങളും മർമ്മങ്ങളും അറിയുമ്പോഴാണ് നമ്മുടെ ആത്മാവ് ഒന്ന് ഉണരുന്നത്, ഒന്ന് പവർഫുൾ ആണ്. ഇതാണ് ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രവർത്തിക്കാനും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ പറയുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ഈ പറയുന്ന വ്യക്തിയായി ഞാൻ തന്നെയാണ് ദൈവം എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റൂല. അത്ര പക്ഷെ ഞാനും അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇത്തിരി വളർച്ചയില്ലാത്ത കുറെ ശിശുക്കള് എന്റെ കൂടെയും ചുറ്റിക്കറങ്ങി നിൽക്കും. അവർക്കും അത്ഭുതം കാര്യങ്ങൾ നടക്കും. ഇപ്പൊ എത്രയോ പേര് എന്നെ വിളിച്ച് പറയുന്നുണ്ട് സൃഷ്ടാവാൻ ദൈവത്തെ കുറിച്ച് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴും പറഞ്ഞ പോലെ ചെയ്തുമ്പോഴും ഒരുപാട് അവരുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതൊക്കെ വരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഒന്ന് അഹങ്കരിച്ചിട്ട് ഞാൻ തന്നെയാണ് ദൈവം, ഞാൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വേണമെങ്കിൽ പറ്റിക്കാം. പാവപ്പെട്ടവര് എന്റെ കാലിലൊക്കെ വന്ന് വീഴുന്ന പൈസയൊക്കെ തന്ന് അങ്ങനെയൊക്കെ ചെയ്യും. എനിക്ക് താല്പര്യമില്ല, ഞാൻ അങ്ങനെ ആരെയും പ്രോത്സാഹിപ്പിക്കൂല. അങ്ങനെ അതല്ല എന്റെ വഴി. പക്ഷെ എന്തുകൊണ്ട് ഇവർക്കൊക്കെ ഈ മനുഷ്യദൈവങ്ങളുടെ പുറകെ പോകുന്നവർക്ക്, അല്ലെങ്കിൽ ഈ കാലഘട്ടത്ത് സൃഷ്ടാവ ദൈവത്തിന്റെയൊക്കെ പുറകെ പോകുന്നവർക്ക് അത്ഭുതങ്ങൾ നടക്കുന്നു? അവർ പഠിപ്പിക്കുന്ന സൃഷ്ടാവൻ ദൈവത്തെയാണല്ലോ. ആത്മാവ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഇതിപ്പോ അവർ പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പം ഞാൻ പറയുക യൂട്യൂബിലൂടെയോ ഏതെങ്കിലും ബുക്ക് വായിച്ചോ ഈ സൃഷ്ടാവൻ ദൈവത്തെ കുറിച്ച് നിങ്ങൾ സത്യങ്ങൾ തിരിച്ചറിയുകയും ആ ദൈവത്തിന്റെ രഹസ്യങ്ങളും മർമ്മങ്ങളും നിങ്ങൾ മനസ്സിലാക്കി ഒരു പുസ്തകം വായിച്ചാലും മതി. നിങ്ങളുടെ ആത്മാവ് പവർഫുൾ. കാരണം ആത്മാവിന് വേണ്ട ആഗ്രഹം അല്ലെങ്കിൽ വേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ്. അത് ആര് പറഞ്ഞാലും വരും. അവർ പഠിച്ചു വെച്ച് പറയുകയല്ലേ. ഒന്നുകിൽ ദൈവത്തിൽ നിന്ന് കിട്ടി പറയുന്നതായിരിക്കും, ഇല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് കിട്ടി പറയുന്ന വ്യക്തികളിലൂടെ കേട്ട് മനസ്സിലാക്കി പഠിച്ച വ്യക്തികളായിരിക്കും. ഇപ്പൊ എന്റെ ഈ കാര്യങ്ങളൊക്കെ ആരെങ്കിലും കേട്ടിട്ട് ഇതെല്ലാം അതേപോലെ കേട്ട് പഠിച്ചിട്ട് നിങ്ങൾക്ക് യൂട്യൂബിലൂടെയൊക്കെ നിങ്ങൾക്ക് പറയാം. പുതിയതായിട്ട് ആരെങ്കിലും ഈ കാര്യങ്ങൾ നിങ്ങളിലൂടെ കേട്ടാലും അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. ഇത് നിങ്ങളുടെ കഴിവുകൊണ്ടല്ല,
ഈ കാര്യങ്ങൾ ശരിക്കുള്ള ഈ രഹസ്യങ്ങളും മർമ്മങ്ങളും ആ വ്യക്തി ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ആ ആത്മാവ് ആഗ്രഹിച്ച് ആർത്തിയായിട്ട് ആ കാര്യങ്ങൾ എടുക്കുമ്പോൾ ആ ആത്മാവ് വളരുമ്പോൾ ആ വ്യക്തിക്ക് എന്താ വ്യത്യാസം വരും. ഇത് നിങ്ങളുടെ കഴിവല്ല. ഇപ്പൊ ഞാനീ പറയുമ്പോഴും ഇത് കേട്ട് മനസ്സിലാക്കി വിശ്വസിച്ച് അങ്ങനെ ചെയ്യുന്നതല്ല, അങ്ങനെയൊക്കെ രീതിയിൽ മുന്നോട്ട് പോകുന്നവർക്ക് വ്യത്യാസം വന്നിരിക്കും. എന്ന് പറഞ്ഞ് ഞാൻ ദൈവമാണ് അങ്ങനെ ഒരിക്കലും എനിക്ക് അങ്ങനെ ഞാൻ ആവൂല. പക്ഷെ ആവും ആയി എന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ട ആൾക്കാരെ ചൂഷണം ചെയ്ത് നിൽക്കുന്ന അനേകരുണ്ട്. അവരുടെ ലക്ഷ്യം പണമാണ്. ഇതിലൂടെ വരുമാനം കണ്ടെത്തുക, ഭൂമിയിലെ സുഖ ജീവിതം ആസ്വദിക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞത് വിശ്വസിച്ചാൽ നിങ്ങൾക്ക് രോഗം മാറി കിട്ടും, നിങ്ങൾക്ക് ധനം വന്നുകൊണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞൊക്കെയാണ് അവരെയൊക്കെ പിടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവർക്ക് അവരുടെ ബിസിനസ്സിലോ എന്തെങ്കിലും ഉയർച്ചയോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവർക്ക് കാശ് കൊണ്ട് കൊടുക്കും, പണം കൊണ്ട് കൊടുക്കും. കാര്യം ഈ വ്യക്തിയിലൂടെ ഒരു വ്യത്യാസം വന്നല്ലോ. അപ്പൊ ചിലപ്പം കാലിൽ വീഴും, ദൈവമെന്നും പറഞ്ഞ് പൂജകളും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യും. പക്ഷെ ഈ വ്യക്തി അവിടെ ഇരുന്ന് കൊടുക്കുന്നതാണ് തെറ്റ്. കാരണം ശിശുക്കളായി നിൽക്കുന്ന ആത്മവളർച്ച ഇല്ലാത്തവരെ അവരിങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. അവർ ദൈവം തന്നെ വിളിക്കും. അങ്ങനെ അവർക്ക് അറിഞ്ഞുകൂടാ, വളർച്ചയില്ല. അപ്പൊ വളർച്ചയില്ലാത്ത അറിവില്ലാത്തവരെ ചൂഷണം ചെയ്യുന്നതാണ് ദൈവത്തിന്റെ മുന്നിൽ തെറ്റ്. അങ്ങനെ ചെയ്യുമ്പോൾ അത് ചെയ്യാൻ സമ്മതിക്കരുത്. നിർത്ത്, അങ്ങനല്ല, ഞാനല്ല ദൈവം, എന്നെ പൂജിക്കേണ്ട ആവശ്യമില്ല, എന്റെ കാൽ തൊട്ട് തൊഴുവേണ്ട ആവശ്യവും വരുന്നില്ല. ദൈവത്തിന്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന വെറും ഒരാൾ, അത്രയേ ഉള്ളൂ എന്നും പറഞ്ഞ് അവരെ നമ്മള് മനുഷ്യ പൂജയിൽ നിന്ന് നമ്മൾ അവരെ പിന്തിരിപ്പിക്കണം. അല്ലാതെ ബൂസ്റ്റ് ചെയ്ത് പിന്നെ സ്വർണ്ണ സിംഹാസനത്തിൽ ഇരുന്ന് കൊടുത്ത് കാല് നീട്ടി വെച്ച് കൊടുത്ത് പിന്നെ മാലകൾ ഇട്ട് കഴുത്ത് മുട്ട സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ട് കണ്ണൊന്നും അടയ്ക്കാതെ തള്ളി ഇരുന്ന് എല്ലാരെയും ദൈവം ആയിട്ട് അങ്ങ് അഭിനയിച്ച് ഒരു ബാലെ നടത്തുന്ന പോലെ ഒക്കെ അവിടെ ഇരുന്ന് ഒക്കെ ഇതിന്റെയൊക്കെ ഇങ്ങനെ ചെയ്ത് ഈ ശിശുക്കളായി നിൽക്കുന്നവരെ വളരാതെ പിന്നെ ശിശുത്വത്തിൽ തന്നെ പിടിച്ചു വെച്ചും കൊണ്ട് അവരെ ചൂഷണം ചെയ്ത് സുഖിച്ച് ജീവിക്കുന്നവരൊക്കെ അവരെയാണ് ദൈവം ശിക്ഷിക്കാൻ പോണത്. അല്ലാതെ വിഗ്രഹാരാധനയോ ഇവരെയൊക്കെ പ്രാർത്ഥിക്കാൻ പോയി കൈകാര്യം പിടിച്ച് ഇവരെയൊക്കെ ദൈവം എന്ന് വിളിച്ച് ശിശുക്കളെ ദൈവം ശിക്ഷിക്കൂല. അവർക്ക് വേറെ ഏതെങ്കിലും വഴി കൂടെ അറിവ് കൊടുത്തുകൊണ്ടിരിക്കുകയുള്ളൂ. പക്ഷെ ഈ പാവപ്പെട്ട ശിശുക്കളെ ഇതേ വെച്ച് മുതലെടുത്ത് ചൂഷണം ചെയ്യുന്ന ഇവരെയാണ് ദൈവം ശിക്ഷിക്കാൻ പോണത്. ശരിക്കും ഇവർ ചെയ്യേണ്ടത് എന്താണ്? അങ്ങനെ വരുന്ന ശിശുക്കളെ വളരാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ മണ്ടത്തരമാണെന്ന് പഠിപ്പിക്കണം. ഇങ്ങനെ നിങ്ങൾ എന്നെന്നല്ല ആരെയും ചെയ്യല്ലേ എന്ന് പഠിപ്പിക്കണം. എന്നിട്ട് ദൈവത്തെ മനസ്സിലാക്കി കൊടുക്കണം. ഞാൻ ഈ ആദ്യം പറഞ്ഞതുപോലെ ആ പ്രപഞ്ചത്തിന്റെ വലിപ്പവും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിച്ച് കൊടുത്തിട്ട് ഇതൊക്കെ നിയന്ത്രിക്കുന്ന ദൈവം ഒരിക്കലും ഭൂമിക്കകത്ത് ഒരു കൃമിയിലൂടെ ഒന്നും പ്രവർത്തിക്കില്ല എന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കാരണം നിറഞ്ഞു നിൽക്കുന്ന ദൈവമാണ്. ആ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യത്തെ ഒരിടത്ത് ഒരു വ്യക്തിയിലോട്ടൊന്ന് ഒതുക്കിക്കൊണ്ടിരുത്താനൊന്നും പറ്റൂല. പക്ഷെ ആ ചൈതന്യത്തിൽ നിന്ന് ഒരല്പ ശക്തി കൂടുതലായിട്ട് ഒരു വ്യക്തിയിൽ വരുമെന്നേ ഉള്ളൂ. അതും ഈ പ്രപഞ്ചത്തിൽ എത്രയോ നമ്മളെ ഭൂമി പോലുള്ള ഭൂമികളുണ്ട്. അവിടെ എവിടെയെല്ലാം മനുഷ്യവാസമുണ്ട്. അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, നമുക്ക് അങ്ങോട്ടും പോകാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ ദൈവം ഇതെല്ലാം നോക്കി പരിപാലിച്ച് കോടി ഗ്രഹങ്ങളും ഇതൊക്കെ ഉണ്ട്. ആ ദൈവത്തെ ശരിക്കും പറഞ്ഞ ഇത്തരം ആൾക്കാരെല്ലാരും ദൈവത്തെ അങ്ങ് തുച്ഛീകരിച്ച് കളയണതാണ്. ആ വലിയ ദൈവത്തെ അവരും ദൈവം എന്ന് പറഞ്ഞ് ദൈവത്തെ വെറും കൊച്ചാക്കി കളയണത്. പക്ഷെ ആ ദൈവത്തിൽ നിന്നും ഒരു ചൈതന്യം വന്നു, ഒരു മനുഷ്യനിലേക്ക് പ്രവേശിച്ചു, ആ മനുഷ്യനിലൂടെ ഭൂമിയിൽ ചില കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു ന്യായം. അങ്ങനെ വേണമെങ്കിൽ ഇവർക്കും പറയാം, ഈ മനുഷ്യ ദൈവങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും പറയാം. സൃഷ്ടാവ ദൈവത്തിൽ നിന്ന് ഒരു ചൈതന്യം, ഒരു പകർച്ച എന്നിലുണ്ട്, ആ എന്നിലൂടെ കുറച്ച് വലിയ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഇത് എന്നെ പ്രാർത്ഥിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ഇതേപോലുള്ള മണ്ടത്തരങ്ങള്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന വ്യക്തിക്കും ബോധമില്ല, ഇവരെ ആശ്രയിച്ച് നിൽക്കുന്നവര് ശിശുക്കൾക്കും വളർച്ചയും ബോധമില്ല. അവരെ ബോധം കൊടുക്കുക, വളർത്തിയെടുക്കുക, അതല്ലേ അവർ ചെയ്യേണ്ടത്. ഇപ്പൊ നനഞ്ഞ വെള്ളത്തില് അല്ലെങ്കിൽ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുമെന്നൊരു ചൊല്ലുണ്ട്. ഇതേപോലെ ഇങ്ങനെയുള്ള ശിശുക്കളെ നമ്മൾ കൂടുതൽ ചൂഷണം ചെയ്ത് അവരെ മൊത്തം മണ്ടരാക്കുകയല്ല ചെയ്യേണ്ടത്. അങ്ങനെയുള്ളവരെ പടിപടിയായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെയും വളർത്തിയെടുക്കുകയല്ലേ വേണ്ടത്. പിന്നെ ഈ ദൈവിക കാര്യങ്ങളും ഈ പ്രകൃതിയിലെ വ്യവസ്ഥയും കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി എടുക്കുമ്പോൾ ആത്മാവ് വളരും. സ്വാഭാവികമായിട്ട് ആർക്കും അത് വ്യത്യാസം വരും. ആ ആത്മാവ് വളർന്നനുസരിച്ച് അവനവന്റെ ജീവിത രീതിയും പ്രവൃത്തിയും തടസ്സങ്ങളും പ്രശ്നങ്ങളും മാറ്റി കൊടുക്കുന്നത് ആര്? ഈ മനുഷ്യദൈവങ്ങളൊന്നും അല്ല, അവനവന്റെ ആത്മാവ് തന്നെയാണ്. അവനവന്റെ അകത്തുള്ള ചൈതന്യം തന്നെയാണ് പവർഫുൾ ആവണത്. അപ്പോഴാണ് അവന്റെ വിഷയങ്ങളും പ്രശ്നങ്ങളും സോൾവ് ആവണത്. അതോടനെ ഞാനാണ് സോൾവ് ആക്കിയതെന്നും പറഞ്ഞ് പാവപ്പെട്ടവന്റെ പൈസയും വാങ്ങിച്ച് അത് മണ്ടത്തരം കൊടുക്കാം. അപ്പൊ കാശ് വേണമെങ്കിൽ കൊടുക്കാം. എനിക്ക് കുറെ ഉപദേശങ്ങൾ തന്നു, ആ ഉപദേശം വഴി എനിക്ക് ഒരുപാട് നേട്ടം വന്നു, എനിക്ക് നല്ല വ്യത്യാസം വന്നു, അതുകൊണ്ട് ഇത് ഇരിക്കട്ടെ എന്നും പറഞ്ഞ്
എന്തെങ്കിലും ഒരു ജോലിക്കാരന്റെ ഒരു കൂലി കൊടുക്കുന്നത് പോലെ കൊടുക്കണത് അവിടെ അതാണ് വേണ്ട, അത് മതി. അല്ല, ഞാൻ ദൈവമാണ്, ഞാൻ പറയുന്നത് പോലെ ചെയ്തോളണം, ഞാൻ ചോദിക്കുന്നത് തന്നോളണം, ഇല്ലെങ്കിൽ പിന്നെ ശാപം. ഇതൊക്കെ ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇനി ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം, കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ചില രഹസ്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ അന്ത്യകാലം വരെ ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം ദൈവം അനുവദിച്ച് വെച്ചിരിക്കുന്നതാണ്. കാരണം ദൈവത്തിന് ദൈവജനത്തെ അറിവ് കൊടുക്കണം. ഇപ്പൊ ഞാനൊക്കെ എത്ര പേർക്ക് കൊടുക്കാൻ പറ്റും? ഇപ്പൊ തന്നെ യൂട്യൂബിലൂടെയൊക്കെ ഇത്ര പേര് കാണുന്നു, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരില്ലേ. അപ്പൊ ഇവർക്കൊക്കെ ദൈവം ഈ അറിവുകൾ കൊടുക്കുകയും ഈ അറിവ് അവർക്ക് കിട്ടിയാൽ മതി, ജനങ്ങൾക്ക് അറിവ് കിട്ടിയാൽ മതി. അതിപ്പം ദൈവത്തിന്റെ ദൂതനാണോ അല്ലെങ്കിൽ ദൈവത്തിന്റെ ദേവനാണോ അറിവ് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. തനി പിശാചും അസുരം വന്ന് അറിവ് കൊടുത്താൽ ദൈവം മിണ്ടൂല. കാര്യം അറിവ് ദൈവത്തെ കുറിച്ചല്ലേ പറഞ്ഞു കൊടുക്കുന്നത്. ഈ പിശാച് പൈസയ്ക്ക് വേണ്ടിയിട്ടോ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടോ എവിടെന്നോ എന്തൊക്കെയോ കേട്ട് പഠിച്ച് വന്നതെന്ന് അറിവ് തള്ളണതായിരിക്കും. പക്ഷെ എങ്കിലും പറയുന്ന കാര്യം കറക്റ്റ് അല്ലേ? ദൈവത്തിന്റെ രഹസ്യങ്ങളല്ലേ, പ്രപഞ്ചത്തിലെ മർമ്മങ്ങളല്ലേ ഈ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ജനങ്ങൾ എടുക്കട്ടെ, ജനങ്ങൾ അത് കേട്ട് മനസ്സിലാക്കട്ടെ, ജനങ്ങൾ വളരട്ടെ. ലാസ്റ്റ് ഈ ഗുരുവായി നിൽക്കുന്ന പിശാചിനെ അങ്ങ് നശിപ്പിച്ചു കളഞ്ഞാൽ പോരെ, യവനെ മാത്രം നശിപ്പിച്ചു കളഞ്ഞാൽ പോരെ. പക്ഷെ യവനിലൂടെ അനേക ജനങ്ങൾക്ക് അറിവ് കിട്ടുകയല്ലേ. ഈ അറിവ് കിട്ടുന്നതനുസരിച്ച് അവരവരുടെ ആത്മാവ് വളരുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി അന്ത്യകാലത്ത് ഈ ഒരുപാട് പിശാചുകളെ അല്ലെങ്കിൽ ഈ സാധാമാരെ അല്ലെങ്കിൽ അസുരന്മാരെ ദൈവം തന്നെ അനുവദിച്ച് വെച്ചിട്ടുണ്ട്. കാരണം 4 കാശ് കിട്ടാനാണെങ്കിലും അവര് ദൈവീയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയല്ലേ. ഇതെല്ലാ കാലത്തും ഉണ്ടെന്നേ. പക്ഷെ അവരെ കയ്യിലൂടെ കുറച്ച് ജനങ്ങൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ജനങ്ങളെല്ലാം ഒന്ന് വളർന്നു വന്ന് കഴിയുമ്പോൾ ഇവന് വേണ്ട ശിക്ഷയും നശീകരണവും ദൈവം സൈഡിൽ കൂടെ അങ്ങ് തുടങ്ങും. അല്ലാതെ ഇപ്പം അവർക്ക് ശിക്ഷ കിട്ടുന്നില്ല എന്ന് വിചാരിച്ച് ആരും എന്റെ അടുത്ത് സംശയങ്ങൾ ചോദിക്കരുത്. പലരും ചോദിക്കുന്നതാണ്, ഇവരെ ദൈവം തെറ്റാണെങ്കിൽ ഇവരിങ്ങനെ മനുഷ്യ ദൈവങ്ങളായിട്ട് ജനങ്ങളെ പറ്റിക്കുന്നത് എന്തുകൊണ്ട് ശിക്ഷിക്കുന്നില്ല. പക്ഷെ അവര് ഒരുപാട് അറിവുകൾ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ എവിടെന്നെങ്കിലും പഠിച്ചു വെച്ചാണെങ്കിൽ അവർ പഠിച്ച് കുത്തിയിരുന്ന് പഠിച്ച് മനസ്സിലാക്കി അറിവ് ജനങ്ങൾക്ക് കൊടുക്കുകയല്ലേ. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞ, ഇപ്പൊ ഒരു ദേശത്ത് 1,00,000 പേര് ഉണ്ടെന്ന് വെച്ചോ. ഈ 1,00,000 പേരും ആഹാരമില്ലാതെ പട്ടിണി കിടക്കുകയും, കൊച്ചു കുട്ടികൾ സ്ത്രീകളെല്ലാം ആഹാരം കിട്ടാതെ പട്ടിണി കിടക്കുകയും. അപ്പോഴാണ് അവിടെ ഒരു അസുരൻ വന്ന് എല്ലാവർക്കും ദൈവത്തിന്റെ ആളാണെന്നുള്ള പേരിൽ ഈ അസുരൻ വന്ന് അവർക്കൊക്കെ ദിവസവും ആഹാരം കൊടുക്കുന്നു ഉച്ചയ്ക്ക്. അപ്പൊ ദൈവം നോക്കുന്ന എന്താണ്? എന്റെ മക്കളായ എന്റെ ജനം 1,00,000 പേരോടുണ്ട്, പട്ടിണിയാണ്. പക്ഷെ ഈ അസുരൻ ഈ ജനങ്ങളുടെ ഇടയിൽ ഒരു ദൈവം കളിച്ചും കൊണ്ട് ഇവർക്കൊക്കെ ഉച്ചയ്ക്ക് ഊണ് കൊടുക്കുകയാണ് ഫ്രീ ആയിട്ട്. യവനീ പണവും ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് യാതോ പിശാചായിരിക്കും, അല്ലെങ്കിൽ അതൊക്കെ നേറ്റീവ് ശക്തിയായിരിക്കും അവനെ ഇതെല്ലാം കൊടുത്തിരുത്തിയിരിക്കുന്നത്. പക്ഷെ അവൻ ജനങ്ങളുടെ ഇടയിൽ ഒരു ദൈവം ആയി കളിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ദിവസവും ആഹാരം കൊടുക്കുകയും. അപ്പൊ ദൈവം ഇത്രയും നോക്കുന്നുള്ളൂ, അല്ലെ പ്രകൃതി ഇത്രയും നോക്കുന്നുള്ളൂ. 1,00,000 പേർക്ക് ഡെയിലി ആഹാരം കൊടുക്കുകയല്ലേ, അവരെ പട്ടിണി മാറിയല്ലേ. അപ്പൊ അതിന് ഈ പിശാചിനെ അല്ലെങ്കിൽ ഈ അസുരനെ ഉപയോഗിക്കുന്നേ ഉള്ളൂ. വേറെ ഏതെങ്കിലും വഴിയിലൂടെ അവർക്ക് നല്ല ആഹാരങ്ങൾ കിട്ടട്ടെ, കൊടുക്കട്ടെ. അങ്ങനെ ശരിക്കും ദൈവത്തിന്റെ റൂട്ടിൽ നിൽക്കുന്ന ചില വ്യക്തികൾ ഇവർക്ക് ആഹാരം കൊടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ദൈവം തന്നെ ഈ പിശാചിനെ നശിപ്പിച്ചു കളയും. ഇനി പിശാചിന്റെ ആഹാരം ആവശ്യമില്ല. കാരണം ഇതേ ആഹാരം ദൈവത്തിന്റെ കൂടെ നിൽക്കുന്നവർ കൊടുക്കുകയല്ലേ. അപ്പം ഇനി യവനെ നശിപ്പിച്ചു കളയും. അതിനു വേണ്ടിയിട്ടാണ് ഇവരെയൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പൊ എന്റെ അടുത്ത് ദൈവം പറയുന്നത്, എന്റെ ഈ മെസ്സേജുകൾ കേൾക്കുന്ന പലരും ഒരുപാട് പേരുണ്ട്, ഇവരെല്ലാവരും ശരിക്കും ദൈവത്തിന് വേണ്ടി ഞാൻ ഈ ചെയ്യുന്ന ജോലി ചെയ്യുന്നത് പോലെ ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യേണ്ട അനേകർ എന്റെ ഈ മെസ്സേജ് കേൾക്കുന്നവരിലുണ്ട്. നിങ്ങൾ പലരും ഉണ്ട്. പലരും എന്നെ കോൺടാക്ട് ചെയ്തിട്ടില്ല, എന്നെ കോൺടാക്ട് ചെയ്ത് അനേകരുണ്ട്. പക്ഷെ ഇവർക്കൊന്നും ഈ ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ദൈവത്തിന്റെ ജോലി ചെയ്യാനൊന്നും വലിയ താല്പര്യം ഇല്ലാതെയാണ് ഇരിക്കുന്നത്. കാരണം അവർക്ക് താല്പര്യം ഇല്ലാതാക്കിയത് അവരിലുള്ള ശരിക്കും അവർക്ക് അങ്ങനെ ഒരു പദ്ധതി ഇതേയും വെച്ചിരിക്കുന്നത് കൊണ്ട് ചില അദൃശ്യ ശക്തികളാണ് ഇവരുടെ മനസ്സിനെ താല്പര്യം ഇല്ലാതാക്കി ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ എന്നെ വിളിച്ച് പറയുന്ന പലർക്കും ഞാൻ പറയാറുണ്ട്. കാര്യം അവരുടെ ദർശനങ്ങളും അവർ കിട്ടിയ ദൈവം കൊടുക്കുന്ന ചില കാഴ്ചകൾ അതൊക്കെ അതിലൂടെ എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. ദൈവം അവർക്ക് ചില ഡ്യൂട്ടികൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവർക്കത് ചെയ്യാൻ കഴിയുന്നില്ല. പ്രധാനമായി കുരുങ്ങി കിടക്കുന്നത് സാമ്പത്തിക മേഖലയിലേക്ക് കുരുങ്ങി കിടപ്പുണ്ട്. വീട്ടിലുള്ള മറ്റുള്ളവരുടെ അറ്റാച്ച്മെന്റ്. ചിലര് ഭാര്യയെ പേടിച്ച് കുരുങ്ങി കിടക്കുന്ന ആൾക്കാരുണ്ട്. ചിലര് ഭാര്യയെ സ്നേഹം കൂടി കാരണം ഇങ്ങനെയൊക്കെ ദൈവത്തിന്റെ ജോലിയൊന്നും വേണ്ട, എനിക്ക് ഭാര്യ മക്കളും മതി എന്നും പറഞ്ഞ് ദൈവമേ ഈ ജോലിയിൽ എനിക്ക് താല്പര്യമില്ല എന്ന രീതിയിൽ കുടുംബമായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയി കിടപ്പുണ്ട്. ഇങ്ങനെ പലരും ശരിക്കും ദൈവത്തിന് വേണ്ടി പോസിറ്റീവായി നിന്ന് ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യേണ്ട അനേകർ ശരിക്കും അവരാരും പുറത്ത് വന്നിട്ടില്ല. അവരെല്ലാവരും ഓരോരോ കുടുംബങ്ങളിൽ പെട്ടുകിടപ്പുണ്ട്. പക്ഷെ അവർക്ക് ശരിക്കും ദൈവത്തിൽ നിന്നുള്ള ദർശനങ്ങളുണ്ട്. അവരിങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള കാഴ്ചപ്പാടുകളുണ്ട്. പക്ഷെ അതെല്ലാം അവർക്ക് സ്വപ്നം പോലെ കണ്ടിട്ട്
അവർക്കത് മനസ്സിലാവുന്നുണ്ട്. അവരുടെ പദ്ധതികൾ എന്തൊക്കെയാണ്. അതിൽ അനേക സ്ത്രീകളുണ്ട്, പുരുഷന്മാരും ഉണ്ട്. അല്ല, പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായിട്ടുള്ള പദ്ധതികൾ. സ്ത്രീകളെയൊക്കെ നയിക്കാനും അവരെ മുന്നോട്ട് കൊണ്ടുപോകാനും സ്ത്രീകളെ കൊണ്ടേ പറ്റുള്ളൂ. പുരുഷന്മാർക്ക് സ്ത്രീകളെ ഒന്നും ഒരു ലെവലിനപ്പുറത്തോട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി സഹായിക്കാൻ കഴിയില്ല. അപ്പൊ അനേക സ്ത്രീകളെ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവർക്കൊന്നും ഈ മേഖലയിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റാത്ത ലെവലിൽ ഈ അസുര ശക്തികൾ കുരുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ അസുര ശക്തികൾ എന്ത് ചെയ്യുന്നു? യൗമാരുടെ ആൾക്കാരായ പല അസുരന്മാരെയും ദൈവത്തിന് വേണ്ടിയുള്ള ജോലിയിൽ ഈ അസുരന്മാരെ രംഗത്തിറക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ദൈവം അവരെ നശിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ഇപ്പൊ അവരെ ശിക്ഷിക്കുന്നില്ല എന്ന് വെച്ചാൽ, ശരിക്കും ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യേണ്ടവർ പുറത്തോട്ട് വാ, നിങ്ങൾ പുറത്തോട്ട് വാ. എന്നിട്ട് നിങ്ങൾ ശരിക്കുള്ള ആഹാരം ജനങ്ങൾക്ക് സപ്ലൈ ചെയ്യും. എന്നിട്ട് അവരെ നേരിലേക്ക് നിങ്ങൾ എത്തിക്ക്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ അസുരന്മാരുടെ ആവശ്യം ഇവിടെ ഇല്ല. നിങ്ങൾ രംഗത്തിറങ്ങിയാലേ ഈ അസുരന്മാരെ ദൈവം ശിക്ഷിച്ച് അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുള്ളൂ. കാരണം ജനങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ദേശത്തെ ജനങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ ആരെങ്കിലും വേണ്ടേ? ഇല്ലെങ്കിൽ അവർ പട്ടിണി കിടന്ന് മരിച്ചുപോകില്ലേ? അപ്പൊ ഒരു അസുരനാണെങ്കിലും അവൻ കൊടുക്കുകയല്ലേ. അവന്റെ ജീവിത രീതി, അവന്റെ പ്രവൃത്തിയും കാര്യങ്ങളെല്ലാം തനി പൈശാചികമായിരിക്കും. എങ്കിലും അവന് സാധു ജനങ്ങൾക്ക്, അറിവില്ലാത്ത ജനങ്ങൾക്ക്, അല്ലെ പട്ടിണി ഉണ്ടാക്കുന്ന ജനങ്ങൾക്ക് അവൻ ആഹാരം കൊടുക്കുകയല്ലേ. അപ്പൊ അത് കിട്ടട്ടെ എന്ന് ദൈവം തൽക്കാലം വിചാരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ എന്റെ മെസ്സേജ് കേൾക്കുന്ന അനേകർ, എന്റെ മെസ്സേജ് കേൾക്കാത്ത അനേകരും ഉണ്ട്. ഞാൻ ഈ മെസ്സേജ് പറയുന്നതിൽ പലരും ഉണ്ട്, ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ട്. പലരും എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. പലരും രഹസ്യത്തിൽ ഇപ്പുണ്ട്. എന്നെ ഫോൺ ചെയ്യുകയോ എന്നോട് സംസാരിക്കുകയോ ചെയ്യാതെ രഹസ്യത്തിൽ ഞാൻ ഏത് ലെവൽ വരെ എന്തൊക്കെ പറയുന്നു, എങ്ങനെയൊക്കെ പോകുന്നു, എന്താണ് എന്റെ പ്ലാൻ എന്നൊക്കെ രഹസ്യത്തിൽ വാച്ച് ചെയ്യുന്ന പലരും എന്റെ മെസ്സേജ് കേൾക്കുന്നുണ്ട്. അവരെയൊക്കെ എനിക്ക് ദൈവം പറഞ്ഞിരുന്നുണ്ട് ഇങ്ങനെയൊക്കെ പലരും ഉണ്ടെന്ന്. അവരൊക്കെ പുറത്തു വാ. നിങ്ങളുടെ ജീവിത രീതിയിലും ഓരോ അവസ്ഥയിലും പ്രായമായിട്ടുള്ളവരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ അവസ്ഥയിൽ അവര് ഇനി എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ഇനി എന്ത് ചെയ്യണം എന്നൊന്നും ആലോചിച്ച് ആകെ ടെൻഷനിൽ നിപ്പുണ്ട്. അവരൊക്കെ കുരുങ്ങി കിടക്കണം. നിങ്ങളൊക്കെ പുറത്തു വരണം. നിങ്ങളൊക്കെ പുറത്തു വന്ന് ശരിക്കും ദൈവത്തിന് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിൽക്കുമ്പോഴാണ് ഈ ദൈവം എന്നും പറഞ്ഞ്, സൃഷ്ടാമ ദൈവം എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ മനുഷ്യ ദൈവങ്ങൾ, അല്ലെങ്കിൽ മറ്റേ പൈശാചിക ശക്തികൾ എന്നൊക്കെ പറഞ്ഞൊക്കെ നിന്ന് ആൾക്കാരെ ഭൗതിക നേട്ടങ്ങളും സുഖങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ അസുരിക ശക്തികൾ, അല്ലെങ്കിൽ പൈശാചിക ശക്തികൾ, അല്ലെങ്കിൽ നെഗറ്റീവ് ശക്തികളുടെ പ്രേരണയിൽ നിൽക്കുന്ന അനേകരുണ്ട്. ഇവരൊക്കെ പറയുന്നില്ല സൃഷ്ടാവൻ ദൈവമാണ്. കാര്യം ട്രെൻഡ് അതാണല്ലോ. അപ്പൊ ആ ട്രെൻഡാണ് ഇപ്പം അവസാന കാലത്ത് വന്നിരിക്കുന്ന ട്രെൻഡ് അതാണ്. അതിലൂടെയാണ് വരുമാനം കണ്ടെത്താൻ അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പോഴത്തെ ട്രെൻഡ് ഇതാണ്, സൃഷ്ടാവൻ ദൈവം. അതുകൊണ്ട് അവരെ ട്രെൻഡ് എടുത്തും, അത്രേ ഉള്ളൂ. അപ്പൊ പുറത്തു വരേണ്ടത് പുറത്തു വാ. പക്ഷെ ദൈവം പറയുന്ന മറ്റൊരു പ്രധാന കാര്യം, ഇവരെല്ലാവരും ദൈവം തന്നെ പുറത്ത് വരുത്തിക്കും എന്നും പറയുന്നു. പിന്നെ മെസ്സേജ് കേൾക്കുന്നവരെല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ചോളണം. നിങ്ങൾ തൽക്കാലം നൈസ് ക്വാളിറ്റിയിൽ പോണത്തുള്ള ജനങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞ് ഒതുങ്ങിയിരിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണ്ട ദർശനങ്ങളും കാര്യങ്ങളും സമയസമയം ദൈവം ഓർമ്മിപ്പിച്ച് തന്നുകൊണ്ടിരിപ്പുണ്ട്. നിങ്ങളുടെ ആത്മാവും ആകെ ദേഷ്യപ്പെട്ട് മുരടിച്ച് ഇരിക്കുകയാണ്. പക്ഷെ എന്നോട് ദൈവം പറയുന്നു, സമയമാകുമ്പോൾ നിങ്ങളെ പുറത്തു കൊണ്ടുവന്നിരിക്കും. എങ്ങനെ? അതായത് സ്നേഹത്താലോ ഉപദേശിച്ചാലോ അല്ല നിങ്ങൾ പുറത്തു വരിക. കാരണം അതിനൊക്കെ മറികടന്നുകൊണ്ട് ദൈവത്തെ അനുസരിക്കാത്ത ലെവലിൽ ഉഴപ്പിനിപ്പുണ്ട് എന്നാണ് പറയുന്നത് പലരും. അവരെയൊക്കെ ദൈവം ചില സാഹചര്യങ്ങളിലൂടെ കയറ്റിയിറക്കും. അപ്പം നിവൃത്തിയില്ലാതെ അവരുടെ ഈ ബന്ധനങ്ങളും എല്ലാം തന്നെ അഴിഞ്ഞ് അവർ ദൈവത്തിന് വേണ്ടി പുറത്തു വന്ന് ശരിക്കും ആത്മാർത്ഥമായി ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുകയും ചെയ്യും. അവരത് തുടങ്ങുമ്പോൾ ഒരുപാട് കള്ള മനുഷ്യ ദൈവങ്ങളെയൊക്കെ ദൈവം നശിപ്പിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.